BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് കുറുവ സംഘാംഗത്തെ പിടികൂടിയതിനെ തുടർന്ന് പാലത്തിനടിയിൽ പാർപ്പുറപ്പിച്ചവരെ ഒഴിപ്പിക്കുന്നതിനിടെ മോഷണക്കേസ് പ്രതികളെ പോലീസ് പിടികൂടി. വയനാട് മടക്കിമല കണ്ടത്ത് ജെയിംസ്, ഇടുക്കി നെടുങ്കണ്ടം പുത്തൻപറമ്പത്ത് ശിവാനന്ദന്റെ ഭാര്യ മഹേശ്വരി എന്നിവരെയാണ് മരട് പോലീസ് പിടികൂടിയത്. ഇരുവരുടെയും പേരിൽ കളമശ്ശേരി, വടക്കേക്കര പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും പോലീസ് അറിയിച്ചു. ഇവരെ വടക്കേക്കര പോലീസിന് കൈമാറി. PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ കൊച്ചി കറുകപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പരാതിയാണ് തിങ്കളാഴ്ച തിരുവനന്തപുരം സ്വദേശി റംഷാദിനെ എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 37 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 7,500 രൂപയും കാണാതായതായാണ് പരാതിയിൽ പറയുന്നത്. 2.59 ലക്ഷം രൂപയോളം വരുന്ന സ്വർണവും പണവുമാണ് കവർന്നത്. എളമക്കര പോലീസ് വീട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ചാണ് റംഷാദിനെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും എളമക്കര പോലീസ് പറഞ്ഞു. കറുകപ്പള്ളിയിലെ വീട്ടിലാണ് ഭാര്യ ഉൾപ്പെടെയുള്ള മദനിയുടെ കുടുംബം കഴിയുന്നത്. വൃശ്ചിക വേലിയേറ്റത്തെ തുടർന്ന് താന്തോണിത്തുരുത്തുകാർ ദുരിതക്കയത്തിൽ. വേലിയേറ്റത്തെ തുടർന്ന് കൊച്ചിക്കായലിന്റെ തീരത്ത് താമസിക്കുന്ന ഇവിടുത്തെ 62 കുടുംബങ്ങളിലാണ് വെള്ളം കയറിയത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ കായൽ കവിഞ്ഞെത്തിയ വെള്ളം പതിയെ ഉയരുകയായിരുന്നു. വേലിയേറ്റ സൂചനയുള്ളതിനാൽ പ്രദേശവാസികൾ ഉറക്കമുളച്ച് കാവലിരുന്നതിനെ തുടർന്ന് മറ്റ് അനിഷ്ട സംഭവങ്ങളുണ്ടായില്ല. എന്നാൽ പല വീടുകളിലെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റ് വീട്ടു സാമഗ്രികളും വെള്ളത്തിൽ നശിച്ചു. പുലർച്ചെ 4ഓടെയാണ് വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയത്. ഇതോടെ വീടുകളിൽ അടിഞ്ഞ ചെളിയും മാലിന്യങ്ങളും നീക്കുന്ന തിരക്കിലായിരുന്നു തുരുത്തിലെ കുടുംബാംഗങ്ങൾ. വൃശ്ചിക വേലിയേറ്റം നടക്കുന്ന നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങൾ ഇവർക്ക് ദുരിതകാലമാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ദുരിതം വിതച്ച വീടുകളിൽ വെള്ളം എത്തുന്നതാണ് കാരണം. മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഇവർ ഇതോടെ തൊഴിലുപേക്ഷിച്ചു. വീടുകളിൽ കഴിയേണ്ട സാഹചര്യം വന്നു ചേരും. രാത്രി ഉറക്കമിളച്ച് വെള്ളത്തിന്റെ വരവ് കാത്തിരിക്കുന്നതോടൊപ്പം വെള്ളം ഇറങ്ങിയ ശേഷമുള്ള ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളും ഇവർക്ക് തലവേദനയാണ്. വേലിയേറ്റത്തിന് പുറമെ കാലവർഷത്തോടനുബന്ധിച്ചെത്തുന്ന മഴയും വെള്ളക്കെട്ടും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയും ഏറെയാണ്. കൊച്ചി നഗരത്തിൽ നിന്ന് വിളിപ്പാടകലെ മാത്രമാണ് താന്തോണിത്തുരുത്ത് നിവാസികളുടെ താമസം. കോർപ്പറേഷൻ 74 ഡിവിഷനിൽപ്പെടുന്ന ഇവിടെ 62 കുടുംബങ്ങളാണ് താമസം. കായലാൽ ചുറ്റപ്പെട്ട ഇവർക്ക് സംരക്ഷണമായി ചുറ്റുമതിലും പാലവും വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റക്കെടുതിയിൽ നിന്ന് പ്രദേശവാസികളെ സംരക്ഷിക്കുന്നതിനാണ് ചുറ്റുമതിൽ. നഗരവുമായുള്ള ഗതാഗത ബന്ധം സുഗമമാക്കുന്നതിനാണ് പാലമെന്ന ആവശ്യം. എന്നാൽ 2 ആവശ്യങ്ങളിലും പരിഹാരമുണ്ടാകാൻ അധികൃതർക്കായില്ല. ബണ്ട് നിർമ്മാണത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ജിഡ 6 കോടി അനുവദിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അന്ന് 6 കോടി കണക്കാക്കിയിരുന്ന ബണ്ടിന് ഇപ്പോൾ കണക്കാക്കുന്ന ചെലവ് 15 കോടിയോളം വരും. അധികൃതരുടെയും മാറിവരുന്ന സർക്കാരുകളുടെയും അവഗണനയുടെ ഇരകളായി മാറുകയാണ് ഈ കുടുംബങ്ങൾ. ഇതിനെതിരെ സമരമുഖം തുറക്കാനുള്ള തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. മൂക്കന്നൂർ പഞ്ചായത്തിലെ പുല്ലപാടശേഖരത്തിലും പരിസരങ്ങളിലും ഫംഗസ് രോഗബാധ മൂലം ഹെക്ടർ കണക്കിന് നെൽകൃഷി നശിക്കുന്നു. 10 ഹെക്ടറോളം ഭാഗത്തെ നെൽകൃഷി ഇതിനകം ഫംഗസ് രോഗബാധ മൂലം നശിച്ചു. വിളവെടുപ്പ് പാകമാകുന്ന സമയത്തുള്ള രോഗബാധ മൂലം 15ഓളം പരമ്പരാഗത നെൽകർഷക ദുരിതത്തിലായി. പോള കരിച്ചിൽ, ഇലക്കരിച്ചിൽ, ഓലച്ചുരുട്ടൽ തുടങ്ങിയവയാണ് പ്രധാനമായും ബാധിച്ച ഫംഗസ് രോഗങ്ങൾ. ജ്യോതിവിത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കുറച്ചു നാളുകൾക്ക് മുൻപ് രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം രോഗപ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും നെല്ല് പാകമായപ്പോൾ ഫംഗസ് രോഗം വ്യാപകമായി ബാധിച്ചതോടെയാണ് കർഷകർ ദുരിതത്തിലായത്. മറ്റ് യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങളും കൃഷിയെ രക്ഷിക്കാനാവാത്ത അവസ്ഥയിലാണെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടെ നെൽകൃഷിയുടെ ഫംഗസ് ബാധ അറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ട പ്രകാരം കൃഷി വകുപ്പിന്റെ ജില്ലാ തലത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക്സ് ടീം കൃഷിയിടം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബിജിമോൾ കെ ബേബി, വൈറ്റ്ല നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ റിസർച്ച് ഓഫീസർ SJ ശ്രീജ, അങ്കമാലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിപ്തി ബാല തുടങ്ങിയവർ പങ്കെടുത്തു.
വിദ്യാർത്ഥികളും അധ്യാപകരും എങ്ങനെ സമൂഹത്തിന് മാതൃകയാകണമെന്ന് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തരികയാണ് എറണാകുളം സെന്റ് തെരേസാസ് കോളേജ്. മാലിന്യ സംസ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ നടത്തിയ പോരാട്ടവും വർഷങ്ങൾ നീണ്ട ചിട്ടയായ പ്രവർത്തന മികവും ഹരിത കേരള മിഷന്റെ ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റിന് കോളേജിനെ അർഹരാക്കിയിരിക്കുകയാണ്. കലാലയത്തിലെ ഹരിത പെരുമാറ്റച്ചട്ടം, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ഊർജ്ജ സംരക്ഷണം എന്നീ മേഖലകളിൽ കോളേജ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കേഷൻ തേടിയെത്തിയത്. ക്യാമ്പസിൽ എല്ലാ പരിപാടികളും ഹരിതചട്ടം പാലിച്ചാണ് നടത്തപ്പെടുന്നത്. ഇതിനായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു ഗ്രീൻ ആർമി തന്നെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ തരംതിരിച്ച് ശേഖരിക്കാൻ കോളേജിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ പ്ലാനറ്റ് എർത്ത് എന്ന NGO വഴി കൈമാറ്റം ചെയ്യും. ഇവർ ഇത് ശേഖരിച്ച് പണത്തിന് പകരം A4 പേപ്പറും നൽകും. ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്രകൃതിക്ക് വരുത്തുന്ന ദോഷം വലുതായതിനാൽ ഒരു ബദൽ സംവിധാനം എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഭൂമിത്രം സഞ്ചി എന്ന പേരിൽ തുണിസഞ്ചികൾ നിർമ്മിക്കുന്നുണ്ട്. തുണിസഞ്ചികളുടെ നിർമ്മാണ ശൈലി പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ കുട്ടികൾ നിർമ്മിക്കുകയും അത് ശുചിത്വ മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ക്യാമ്പസിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജിലെ പ്രവർത്തനങ്ങൾ അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കും എത്തിക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലടക്കം ഈ പദ്ധതി പരാമർശിക്കുകയും ചെയ്തതായി നേട്ടമായി. 3 വർഷം കൂടുമ്പോൾ കോളേജിൽ ഗ്രീൻ ഓഡിറ്റിംഗും എനർജി ഓഡിറ്റിംഗും നടത്തുന്നുണ്ട്. കൊച്ചിയിൽ എയർ പൊല്യൂഷൻ കൂടിവരുന്ന സാഹചര്യത്തിൽ ഇത് പരിശോധിക്കാനുള്ള സംവിധാനവും കോളേജിൽ ഒരുക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.